ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഡെക്കറേഷൻ വീഡിയോ കുറച്ചൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇൻഷാ അള്ളാ എത്രയും പെട്ടെന്ന് അത് ശരിയാക്കിയിട്ട് നല്ല ക്ലാരിറ്റി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സെക്കൻഡ് ക്യാമറ കൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലും വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസ് എടുക്കാറുമില്ല. മിക്ക വീഡിയോസും ഞാനിങ്ങനെ വേണ്ടാന്ന് വെക്കാട്ടോ ചെയ്യുക. അപ്പോൾ ക്ലാരിറ്റി പ്രശ്നമാണ്. ചില സമയത്ത് എനിക്ക് തീരെ ക്ലാരിറ്റി കിട്ടാറില്ല കേട്ടോ. ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ചില സമയത്തൊന്നും ക്ലാരിറ്റി കിട്ടാറില്ല. നോമ്പിനുള്ള എൻ്റെ വ്ളോഗ്സും അതുപോലെ തന്നെ കേക്കിൻ്റെ 4-5 ഡെക്കറേഷൻസും ഒക്കെ എനിക്ക് മിസ്സായി പോയി. അപ്പം സാരല്ല, ഇൻഷാ അല്ലാ അത്രയും പെട്ടെന്ന് എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ കോൺഫിഡൻസ് കൊണ്ട് മാത്രം ഏറ്റെടുത്തൊരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്കൊരു ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ ഓർഡർ കിട്ടണതും അത് ഞാൻ ചെയ്തെടുക്കണതും. നല്ല കൂളായിട്ടാണ് ഏറ്റെടുത്തതെന്ന് വെച്ചാലും മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ മെയിൻ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ടെൻഷനൊക്കെ മാറിക്കിട്ടി. അതിൻ്റെ മെയിൻ സ്റ്റേജ് ഇതാണല്ലോ, നമ്മളിങ്ങനെ കേക്കിനെ മലർത്തിയെടുക്കേണ്ടതാണല്ലോ. പിന്നെ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കേക്കിനെ ചെരിച്ച് വെക്കണമെങ്കിൽ നമ്മൾ നല്ല അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവണം കേട്ടോ. അല്ലാത്ത പക്ഷം ഇതുപോലെ നിൽക്കില്ല. കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ കസ്റ്റമർ തന്നിട്ടുള്ള ഡെക്കറേഷൻ തന്നെയായിരുന്നു. ആക്ച്വലി ഈ ഒരു ഡെക്കറേഷൻ ഒരുപാട് പരീക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കസ്റ്റമേഴ്സിനെ അങ്ങനെ സജസ്റ്റ് ചെയ്യാറൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചൊരു കേക്കായിരുന്നു. അങ്ങനെ ഫൈനലി ഇതിൻ്റെ ഒരു ഓർഡർ എനിക്ക് കിട്ടി. അപ്പം അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫോണ് പണിയാവുന്ന കഥ പറയണതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു കാര്യമാണ്, ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മെൽറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണേ എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണ ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടോ. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കാണ്ട് ചെയ്യുക. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം പരീക്ഷണം ആയത് കൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാമെന്നില്ല കേട്ടോ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയത്തും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പം പോണ വഴിക്ക് ഇതെങ്ങനെ ചെരിഞ്ഞ് വീഴുമോ എന്നൊക്കെ ഉള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ ടോപ്പ് ഫോർവേഡിൽ നമ്മൾ മുറിച്ച് കളയണ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കൂടുതലും വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. 1-2 റെഫറൻസ് വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് കസ്റ്റമർക്ക് തന്നെ കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കാൻ കേട്ടോ. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോരുതിട്ടാ. ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.